നമസ്കാരം. പ്രധാന വാർത്തകൾ. കീം പരീക്ഷയ്ക്ക് പോകുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യത്തിന് കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് KSRTC. കീം പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സർവീസ് നടത്തുമെന്ന് KSRTC. പരീക്ഷാർത്ഥികളുടെ തിരക്കിനനുസരിച്ച് സർവീസുകൾ ലഭ്യമാക്കുമെന്നാണ് KSRTC അറിയിച്ചത്. എല്ലാ ജില്ലകളിൽ നിന്നും വിപുലമായ രീതിയിൽ സർവീസുകൾ ക്രമീകരിക്കണമെന്ന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. രാവിലെ 10 മണി മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ 5 മണി വരെയുമാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷാർത്ഥികൾക്ക് നിശ്ചിത സമയത്തിന് 2.5 മണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ സമയക്രമം കൂടി പരിഗണിച്ചുള്ള സർവീസുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. യാത്രക്കാരുടെ തിരക്കിനനുസരിച്ച് ആവശ്യമെങ്കിൽ കൂടുതൽ സർവീസുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്നും KSRTC അറിയിച്ചു. 1.5 കിലോ സ്വർണം ഗുളിക രൂപത്തിലാക്കി കടത്താൻ ശ്രമം, 2 പേർ പിടിയിൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ശ്രമിച്ച 2 പേർ കസ്റ്റംസിന്റെ പിടിയിൽ. പാലക്കാട് സ്വദേശി മുഹമ്മദ്, മലപ്പുറം സ്വദേശി മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. 1.5 കിലോ സ്വർണം ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗുളിക രൂപത്തിൽ 2 പാക്കറ്റുകൾ വീതം 4 പാക്കറ്റുകളായാണ് ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തിയത്. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് കോലാലംപൂരിൽ നിന്നാണ് എത്തിയത്. ഇയാളുടെ പക്കൽ നിന്ന് 535 ഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത്. 953 ഗ്രാം സ്വർണവുമായാണ് ഷാർജയിൽ നിന്ന് പാലക്കാട് സ്വദേശി മുഹമ്മദ് എത്തിയത്. 2 പേരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കോഴിക്കോട് NITയിലെ വിദ്യാർത്ഥി വീട്ടിൽ ജീവനൊടുക്കി. കോഴിക്കോട് NITയിലെ വിദ്യാർത്ഥി വീട്ടിൽ ജീവനൊടുക്കി. തേഞ്ഞിപ്പാലം സ്വദേശി ശ്രേയസി ബിജുവിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് NITയിൽ BTech 1ാം വർഷ വിദ്യാർത്ഥിയാണ്. വെള്ളച്ചാട്ടം കാണാനെത്തിയ 6 യുവാക്കൾ മംഗലം ഡാം കടപ്പാറയിൽ കുടുങ്ങി. ഒടുവിൽ രക്ഷപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് മംഗലം ഡാം കടപ്പാറയിൽ കുടുങ്ങിയ 6 യുവാക്കളെയും രക്ഷപ്പെടുത്തി. കടപ്പാറ ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ യുവാക്കളാണ് വൈകിട്ട് കുടുങ്ങിയത്. വൈകുന്നേരം പെയ്ത കനത്ത മഴയിൽ പോത്തൻതോട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് യുവാക്കൾ അകപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സും പോലീസും എത്തി രക്ഷാപ്രവർത്തനം നടത്തി. പോലീസ് ഉദ്യോഗസ്ഥർ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ആരോടാണ് ചെങ്ങാത്തം കൂടേണ്ടതെന്നും ആരോടാണ് ചെങ്ങാത്തം കൂടരുതാത്തതെന്നുള്ള തികഞ്ഞ ജാഗ്രത പോലീസ് പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുതാര്യമായ പ്രവർത്തനം വേണം. ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ഏതെന്ന ബോധ്യം പോലീസുകാരിൽ വേണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ രാമവർമ്മപുരത്തെ പോലീസ് പരേഡിന് ശേഷം പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നേരത്തെ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിന് പോയ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP MG സാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പോലീസിന്റെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തണം. പരാതികളുമായി സ്റ്റേഷനിലെത്തുന്നവർക്ക് തങ്ങളുടെ പരാതിക്ക് പരിഹാരമായി എന്ന ആത്മവിശ്വാസത്തോടെ തിരികെ പോകാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു.